അടുത്ത എക്സ്പ്ലെയിൻ ചെയ്ത ടോപ്പിക്കാണ് സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി. ഇത് എക്സ്പ്ലെയിൻ ചെയ്ത സയന്റിസ്റ്റ് ആണ് ഫ്രാൻസിസ് ക്രിക്ക്. നമ്മളുടെ DNA ഡബിൾ ഹെലിക്സ് മോഡൽ കണ്ടുപിടിച്ചത് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കുമായിരുന്നു. അതിലെ ഫ്രാൻസിസ് ക്രിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത ഒരു കാര്യമാണ് സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി. എന്താണ് സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞു മെന്റലിന്റെ കേസിൽ പറഞ്ഞു ഒരു ജീൻ ആണ് ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. ഒരു ജീൻ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നു. അതെങ്ങനെയാണ്? അത് ജെനറ്റിക് ഇൻഫർമേഷൻ എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്, ജെനറ്റിക് ഇൻഫർമേഷൻ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ജെനറ്റിക് ഇൻഫർമേഷൻ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, ഇതാണ് റെപ്രസെന്റേഷൻ ഓഫ് ഫ്ലോ ഓഫ് ജെനറ്റിക് ഇൻഫർമേഷൻ, ദാറ്റ് ഈസ് കോൾഡ് സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി. എങ്ങനെയാണ് ജെനറ്റിക് ഇൻഫർമേഷൻ ഫ്ലോ ചെയ്യുന്നത്, അതിനെ വിളിക്കുന്ന പേരാണ് സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി. റെപ്രസെന്റേഷൻ ഓഫ് ഫ്ലോ ഓഫ് ജെനറ്റിക് ഇൻഫർമേഷൻ, റെപ്രസെന്റേഷൻ ഓഫ് ഫ്ലോ ഓഫ് ജെനറ്റിക് ഇൻഫർമേഷൻ, ജെനറ്റിക് ഇൻഫർമേഷൻ എങ്ങനെ ഫ്ലോ ചെയ്യുന്നു അതിനെ പറയുന്നതാണ് സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി. ഓക്കെ ആണല്ലോ. ഇതാണ് ഫ്രാൻസിസ് ക്രിക്ക് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. DNA-യിൽ നിന്നും RNA ഉണ്ടാകുന്നു. DNA-യിൽ നിന്നും RNA, മെയിൻലി mRNA ഉണ്ടാകുന്നു. ഡിഫറെന്റ് RNA ഉണ്ടാകുന്നുണ്ട്. അല്ല, എങ്ങനെയാണ് ജെനറ്റിക് ഇൻഫർമേഷന്റെ ഫ്ലോ പറയുകയാണ്, ജെനറ്റിക് ഇൻഫർമേഷൻ എങ്ങനെയാണ് പാസ് ചെയ്യുന്നത് പറയുകയാണ്. DNA-യിൽ നിന്നും mRNA ഉണ്ടാകുന്നു. ഈ mRNA-യിൽ നിന്നും പ്രോട്ടീൻ ഫോം ചെയ്യും. ഈ പ്രോട്ടീൻ ആണ് നമുക്ക് ഓരോ സ്വഭാവങ്ങൾ തരുന്നത്. ചില പ്രോട്ടീൻ എൻസൈമായിട്ട് ആക്ട് ചെയ്യുന്നു, ചില പ്രോട്ടീന്റെ നേച്ചർ കാണിക്കുമ്പോൾ നമുക്കൊരു സ്വഭാവം കിട്ടുന്നു. ഇങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെയാണ് DNA നമ്മുടെ സ്വഭാവങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ജെനറ്റിക് ഇൻഫർമേഷൻ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ജെനറ്റിക് ഇൻഫർമേഷൻ ഫ്ലോ ചെയ്യുന്നത്. ഇപ്പൊ DNA-യില് ജീനിൽ നിന്നും mRNA ഉണ്ട്. നമുക്കറിയാം RNA കൂടുന്ന റീജിയനാണ് ജീൻ എന്ന് വിളിക്കുന്ന അറിയാം. DNA-യിൽ നിന്നും mRNA ഉണ്ടാകും. ഈ mRNA-യിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാകുന്നു. പ്രോട്ടീന്റെ ആ ഫംഗ്ഷൻ പെർഫോം ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോരോ ക്യാരക്ടേഴ്സ് വരുന്നത്. ഒരു എക്സാമ്പിൾ ആണെന്നിരിക്കട്ടെ, ഒരു എൻസൈമാണ് മെലാനിൻ സിന്തേസ് എൻസൈം. മെലാനിൻ സിന്തേസ് എൻസൈം അത് ഒരു പ്രോട്ടീൻ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, മെലാനിൻ സിന്തസിസ് നടക്കുന്നു. അങ്ങനെ നമുക്കൊരു കളർ കിട്ടുന്നു. മെലാനിൻ സിന്തസിനുള്ള കളർ, നമുക്ക് സ്കിൻ കളർ കിട്ടുന്നു. അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ ഓരോരോ സ്വഭാവങ്ങളും എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. പിന്നീട് ഫ്രാൻസിസ് ക്രിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത വേറൊരു കാര്യമാണ്, ഒരു സെൽ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 സെൽ ഉണ്ടാകുന്നു. ആ 2 സെല്ലും DNA പോകണം, അല്ലേ? അപ്പൊ DNA-ക്ക് ഡ്യൂപ്ലിക്കേഷൻ നടക്കണം. അങ്ങനെ DNA-ക്ക് ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നതും, അതായത് ഒരു DNA-യിൽ നിന്ന് തന്നെയാണ് അടുത്ത DNA-യും ഉണ്ടാകുന്നത്. 2 സെല്ലും പോകാനുള്ള DNA ഉണ്ടാകുന്നതും DNA-യിൽ നിന്ന് തന്നെയാണ്. അങ്ങനെ ഡ്യൂപ്ലിക്കേഷൻ 2 DNA ആകുന്നു, 2 സെല്ലിലേക്ക് പാസ് ചെയ്യുന്നു. അഗൈൻ DNA-ക്ക് ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നു, അത് വീണ്ടും 4 സെല്ലായി മാറുന്നു. ഇങ്ങനെയാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ DNA-യിൽ നിന്ന് തന്നെയാണ് DNA ഉണ്ടാകുന്നതും. ഈ DNA-യിൽ നിന്ന് mRNA ഉണ്ടാകുന്നു, mRNA-യിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാകുന്നു. പ്രോട്ടീനാണ് നമുക്ക് ഓരോരോ ക്യാരക്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്, നമുക്ക് ഓരോരോ ക്യാരക്ടേഴ്സ് തരുന്നത്. ഓക്കെ ആണല്ലോ. പ്രോട്ടീന്റെ നേച്ചറാണ് നമുക്ക് ഓരോ ക്യാരക്ടർ കിട്ടുന്നത്. ഈ DNA-യിൽ നിന്ന് തന്നെ DNA ഉണ്ടാകുന്ന, DNA-യിൽ നിന്നും DNA സിന്തസൈസ് എന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് DNA റെപ്ലിക്കേഷൻ. അതുപോലെ DNA-യിൽ നിന്നും RNA ഉണ്ടാകുന്നത്, ഏത് RNA ഉണ്ടായാലും, ഇവിടെ ഇപ്പൊ mRNA ആണ്, ഏത് RNA-യും DNA-യിൽ നിന്ന് ഉണ്ടാകുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ. അതുപോലെ RNA-യിൽ നിന്ന്, മെയിൻലി mRNA-യിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാകുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ലേഷൻ. ഓക്കെ ആണല്ലോ. DNA-യിൽ നിന്ന് RNA ഉണ്ടാകുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ, RNA-യിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാകുന്ന പ്രോസസ്സാണ് ട്രാൻസ്ലേഷൻ. DNA-യിൽ നിന്ന് തന്നെയാണ് DNA ഉണ്ടാകുന്നു, ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് DNA റെപ്ലിക്കേഷൻ. ഇങ്ങനെയാണ് ജെനറ്റിക് ഇൻഫർമേഷൻ ഫ്ലോ ചെയ്യുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത ആളാണ് ഫ്രാൻസിസ് ക്രിക്ക്. ഇതിന്റെ റെപ്രസെന്റേഷനെ വിളിക്കുന്ന പേരാണ്, ഇതിനെ വിളിക്കുന്ന പേര് തന്നെയാണ് സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി. നമുക്ക് ഈ ചാപ്റ്ററിൽ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് ഈ DNA-യിൽ നിന്ന് DNA ഉണ്ടാകുന്ന ഈ റെപ്ലിക്കേഷൻ, DNA-യിൽ നിന്ന് RNA ഉണ്ടാകുന്ന ട്രാൻസ്ക്രിപ്ഷൻ, mRNA-യിൽ നിന്നും പ്രോട്ടീൻ ഉണ്ടാകുന്ന ട്രാൻസ്ലേഷൻ. ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യേണ്ട മേജർ ആയിട്ടുള്ള 3 പ്രോസസ്സുകൾ, 3 ടോപ്പിക്കുകൾ. ഇതാണ് റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ. ഇതാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ടും ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്കുകൾ. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത്, ഇത്രയും വലിയൊരു DNA എങ്ങനെയാണ് സെല്ലിന്റെ ഉള്ളിൽ പാക്ക് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. പാക്കേജിംഗ് ഓഫ് DNA ഡബിൾ ഹെലിക്സ്, അതാണ് നമ്മൾ പറയുന്നത്. ഒരു സെല്ലിന്റെ ഉള്ളിൽ എങ്ങനെയാണ് DNA പാക്ക് ചെയ്യുന്നത്. നമുക്കറിയാം, യൂക്യാരിയോട്ടിക് സെൽ ആണെങ്കിൽ ക്രോമസോമിന്റെ ഫോമിലായിരിക്കും DNA പാക്ക് ചെയ്യുന്നത്. അതാണ് നമ്മൾ അടുത്ത പറയാൻ പോകുന്നത്. എങ്ങനെയാണ് ഒരു സെല്ലിന്റെ ഉള്ളിൽ, പ്രോക്യാരിയോട്ടിക് സെൽ ആയിക്കോട്ടെ യൂക്യാരിയോട്ടിക് സെൽ ആയിക്കോട്ടെ, എങ്ങനെയാണ് DNA പാക്ക് ചെയ്യുന്നത് എന്നാണ്. പാക്കേജിംഗ് ഓഫ് DNA ഡബിൾ ഹെലിക്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പാക്കേജിംഗ് ഓഫ് DNA ഡബിൾ ഹെലിക്സ് വിത്തിൻ എ സെൽ.
ഒരു പ്രോക്യാരിയോട്ടിക് സെല്ലും യൂക്യാരിയോട്ടിക് സെല്ലും എങ്ങനെയാണ് DNA ഡബിൾ ഹെലിക്സിനെ പാക്ക് ചെയ്യുന്നത് എന്നാണ്. അതിന് മുൻപായി നമുക്ക് മറ്റൊരു കാര്യം നോക്കാം. DNAയുടെ ലെങ്ത് എത്രയാണെന്ന് നോക്കാം. ഒരു ഹ്യൂമൻ സെല്ലിലെ DNAയുടെ ലെങ്ത് എത്രയാണ്, ഒരു ബാക്ടീരിയൽ സെല്ലിന്റെ ഉള്ളിലെ DNAയുടെ ലെങ്ത് എത്രയാണ്. നമുക്കറിയാം ഒരു ഹ്യൂമൻ DNAയുടെ ലെങ്ത്, ഹാപ്ലോയിഡ് ഹ്യൂമൻ DNAയുടെ ലെങ്ത് ആണെങ്കിൽ 3.3 into 10⁻⁹ ഡിപ്ലോയിഡ് ആണെങ്കിൽ 6.6 into 10⁹9 ബേസ് പെയർസ് ഇത്രയാണ്. നമുക്കറിയാം 10 ബേസ് പെയർസിന്റെ ലെങ്ത് എന്ന് വെച്ചാൽ നമുക്കറിയാം 3.4 നാനോമീറ്റർ ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലെങ്ത് ഓഫ് ഹ്യൂമൻ DNA എന്ന് പറയുന്നത് 2.2 മീറ്റർ. ഒരു സെല്ലിന്റെ ഉള്ളിലുള്ള ഹ്യൂമൻ DNAയുടെ ലെങ്ത് ആണ് 2.2 മീറ്റർ. ഒരു സെല്ലിന്റെ ഉള്ളിൽ കാണുന്ന DNA നിവർത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കാൾ ലെങ്ത് വരും. ഒരു സെല്ലിലുള്ള DNAയുടെ ലെങ്ത് ആണ് നമ്മളെക്കാൾ ലെങ്ത് വരും. ഓക്കെ ആണല്ലോ. അതുപോലെ ലെങ്ത് ഓഫ് ഈക്വളൈ DNA എന്ന് പറയുന്നത് നമുക്കറിയാം ഈക്വളുടെ DNAയുടെ ബേസ് പെയർ എന്ന് പറയുന്നത് 4.6 into 10⁻⁶ ബേസ് പെയർ ആയിരുന്നു. അപ്പൊ അത് നമുക്ക് ലെങ്തിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 10 ബേസ് പെയറിന്റെ ലെങ്ത് 3.4 നാനോമീറ്റർ വെച്ച് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന DNAയുടെ ഈക്വളൈഡ് DNAയുടെ ലെങ്ത് 1.36 മില്ലിമീറ്റർ ആണ്. ഇത്രയാണ് ഈക്വളൈഡ് DNAയുടെ ലെങ്ത് വരിക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു സെല്ലിന്റെ തന്നെ നമ്മുടെ ഈ ഹ്യൂമന്റെ ഉള്ളിൽ ഒരു സെല്ലിലെ DNAയുടെ ലെങ്ത് 2.2 മീറ്റർ ആണ്. നമ്മളെക്കാൾ ഹൈറ്റ് വരും. നമ്മൾ എത്ര സെല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇത്രയും ലെങ്ത് ഉള്ള DNA എങ്ങനെയാണ് ഒരു സെല്ലിന്റെ ഉള്ളിൽ പാക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ന്യൂക്ലിയസിനുള്ളിൽ ഒരു സെൽ വളരെ ചെറുതാണ്, നമുക്ക് കാണാൻ കൂടി കഴിയില്ല. അപ്പൊ അതിന്റെ ന്യൂക്ലിയസ് അതിലും ചെറുതാണ്. അതിന്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇത്രയും ലെങ്ത് ഉള്ള DNA എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത്, അതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ ആണല്ലോ. നമുക്ക് പറയേണ്ട രണ്ട് കാര്യങ്ങളാണ്. എങ്ങനെയാണ് പ്രോക്യാരിയോട്ടിക് DNA എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത്, യൂക്യാരിയോട്ടിക് DNA എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് പാക്കേജിങ് ഓഫ് പ്രോക്യാരിയോട്ടിക് DNA ആണ് ഫസ്റ്റ് പറയുന്നത്. പ്രോക്യാരിയോട്ടിൽ എങ്ങനെയാണ് DNA പാക്ക് ചെയ്യുന്നത്. നമുക്കറിയാം ഒരു പ്രോക്യാരിയോട്ടിക് സെല്ലാണ്, ഒരു ഈക്വളൈഡ് സെല്ലിന്റെ ഉള്ളിൽ DNAയുടെ ലെങ്ത് 1.36 മില്ലിമീറ്റർ ആണ്. നമ്മൾ കഴിഞ്ഞ ഇതിൽ നമ്മൾ പറഞ്ഞു 1.36 മില്ലിമീറ്റർ ആണ് ഒരു ഈക്വളൈഡ് DNAയുടെ ലെങ്ത്. എന്നാൽ ഒരു ഈക്വളൈഡ് സെൽ എന്ന് പറയുന്നത് മൈക്രോമീറ്റർ ആണ്. മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിയാൽ മാത്രമേ നമുക്കൊരു ഈക്വളൈഡ് സെല്ല് കാണാൻ കഴിയുള്ളൂ. അപ്പൊ അതിനുള്ളിൽ എങ്ങനെ പാക്ക് ചെയ്യുന്നു. നമുക്കറിയാം DNA നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ്. ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഫോസ്ഫോറിക് ആസിഡ് അല്ലെങ്കിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. DNA നെഗറ്റീവ്ലി ചാർജ്ഡ് മോളിക്യൂൾസ് ആണ്. ഈ നെഗറ്റീവ്ലി ചാർജ് ഉള്ള മോളിക്യൂൾസ് പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള പ്രോട്ടീൻസിന്റെ ഒപ്പം കമ്പൈൻ ചെയ്യും. ഓക്കെ ആണല്ലോ. നെഗറ്റീവ്ലി ചാർജ് DNA ആയിട്ടുള്ള DNA പ്ലസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻസ് അതിന്റെ കൂടെ കമ്പൈൻ ചെയ്യും. അങ്ങനെ ഒരുമിച്ചിരിക്കും. നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോയിഡ്. ഒരു കാര്യം നോക്കുക, നമ്മുടെ പ്രോക്യാരിയോട്ടിക് DNA ഈസ് സർക്കുലർ. പ്രോക്യാരിയോട്സിന്റെ കേസിൽ DNA സർക്കുലർ DNA ആണ്. ഈ സർക്കുലർ DNA ഏതായിക്കോട്ടെ DNAക്ക് നെഗറ്റീവ്ലി ചാർജ് ആയിരിക്കും. ആ DNA പോസിറ്റീവ്ലി ചാർജ് ഉള്ള പ്രോട്ടീൻസിനൊപ്പം ചേർന്നിരിക്കും. നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോയിഡ്. ഇപ്പൊ ഇതൊരു ബാക്ടീരിയൽ സെല്ലാണെന്നിരിക്കട്ടെ. ഈ ബാക്ടീരിയൽ സെല്ലിന്റെ ഉള്ളിൽ ഈ DNA ഇങ്ങനെ ചുറ്റി കുറെ ലൂപ്സ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അതിന് ചുറ്റും കുറച്ച് പോസിറ്റീവ്ലി ചാർജ് ഉള്ള കുറച്ച് പ്രോട്ടീൻസും കൂടെ ഇതിനൊപ്പം ബൈൻഡ് ചെയ്തിങ്ങനെ ഇരിക്കും. കുറച്ച് പോസിറ്റീവ്ലി ചാർജ് ഉള്ള പ്രോട്ടീൻസും എല്ലാം കൂടെ ഇങ്ങനെ ബൈൻഡ് ചെയ്തിരിക്കും. നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോയിഡ് എന്നാണ് വിളിക്കുക. നമുക്കറിയാലോ പ്രോക്യാരിയോട്സിന് ട്രൂ ന്യൂക്ലിയസ് ഇല്ല, അവർക്ക് പ്രിമിറ്റീവ് ന്യൂക്ലിയസ് ആണുള്ളത്. ദിസ് ന്യൂക്ലിയോയിഡ് ഈസ് കൺസിഡർഡ് ആസ് ന്യൂക്ലിയസ് ഓഫ് പ്രോക്യാരിയോട്സ്. ഓക്കെ ആണല്ലോ. ഈ ന്യൂക്ലിയോയിഡിനെയാണ് നമ്മൾ പ്രോക്യാരിയോട്സിന്റെ ന്യൂക്ലിയസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അടുത്ത പറഞ്ഞൊരു പോയിന്റ് ആണ്, ഇതിന്റെ ഉള്ളിൽ DNA അറേഞ്ച് ചെയ്തിരിക്കുന്നത് ലൂപ്സ് ആയിട്ടായിരിക്കും. ഇതിന്റെ ഉള്ളിൽ DNA is അറേഞ്ച് ചെയ്തിരിക്കുന്നത് this DNA is arranged as large loops. This DNA is arranged as large loops. ഇമ്പോർട്ടന്റ് ആണ്. ഈ ന്യൂക്ലിയോയിഡിന്റെ ഉള്ളിൽ DNA അറേഞ്ച് ചെയ്തിരിക്കുന്നത് ലാർജ് ലൂപ്സ് ആയിട്ടാണ്. ഇത്രയാണ് നമ്മൾ പറയുന്നത് പ്രോക്യാരിയോട്ടിക് DNA എങ്ങനെയാണ്. നമ്മൾ പറഞ്ഞ ടോപ്പിക് പാക്കേജിംഗ് ഓഫ് DNA ഡബിൾ ഹെലിക്സ്. ഒരു സെല്ലിന്റെ ഉള്ളിൽ എങ്ങനെയാണ് DNA ഡബിൾ ഹെലിക്സിനെ പാക്ക് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. നമ്മൾ ആദ്യം പറഞ്ഞ പ്രോക്യാരിയോട്ടിന്റെ കേസാണ്. പ്രോക്യാരിയോട്ടിന്റെ DNA സർക്കുലർ DNA ആണ്.
നമ്മൾ പറഞ്ഞു ഒരു ഈക്കോളൈൻ DNA ലെങ്ത് 1.36 millimeter ആണെന്ന് പറഞ്ഞു. എന്നാൽ അതിന്റെ സെല്ല് വളരെ ചെറുതാണ്. ഈ വളരെ ചെറിയ സെല്ലിൽ ഇത്രയും ലെങ്തി ആയിട്ടുള്ള DNA എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് പറയുകയാണ്. ഈ നെഗറ്റീവ്ലി ചാർജ് ആണ് DNA ഉള്ളത് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഫോസ്ഫോറിക് ആസിഡ്. അതുകൊണ്ട് പോസിറ്റീവ്ലി ചാർജ് ഉള്ള പ്രോട്ടീൻസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ന്യൂക്ലിയോയിഡ് ആക്കിയാൽ ന്യൂക്ലിയോയിഡ് എന്ന് പറഞ്ഞ ഫോമിലാണ് പ്രോക്യാരിയോട്സിന്റെ ഉള്ളിൽ ഇതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, DNA അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ന്യൂക്ലിയോയിഡ് എന്ന് വിളിക്കുക. ഈ ന്യൂക്ലിയോയിഡ് റെപ്രസെന്റ് ന്യൂക്ലിയസ് ഓഫ് പ്രോക്യാരിയോട്സ്. ഓക്കെ ആണല്ലോ. ഈ ന്യൂക്ലിയോയിഡിനുള്ളിലെ DNA അറേഞ്ച് ചെയ്തിരിക്കുന്നത് ലാർജ് ലൂപ്സ് ആയിട്ടാണ് പ്രോക്യാരിയോട്സിനുള്ളിലെ ഈ ന്യൂക്ലിയോയിഡിന്റെ ഉള്ളിൽ DNA അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് അടുത്ത നോക്കാനുള്ളത് യൂക്യാരിയോട്ടിൽ എങ്ങനെയാണ് ഇതിന്റെ അറേഞ്ച്മെന്റ് എന്നാണ് നമുക്ക് നോക്കുന്നത്. അറേഞ്ച്മെന്റ് ഓഫ് പാക്കേജിംഗ് ഓഫ് DNA ഡബിൾ ഹെലിക്സ് ഇൻ യൂക്യാരിയോട്സ് ആണ് നമ്മൾ അടുത്ത് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂക്യാരിയോട്സിൽ എങ്ങനെയാണ് DNA പാക്ക് ചെയ്യുന്നത് എന്നാണ്. അപ്പൊ നോട്ട് ചെയ്യുക, യൂക്യാരിയോട്ടിന്റെ DNA ലീനിയർ DNA ആണ്, എന്നാൽ പ്രോക്യാരിയോട്ടിന്റെ DNA സർക്കുലർ DNA ആയിരുന്നു. പിന്നെ എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് നോക്കാം. ഓക്കെ ആണല്ലോ. നമുക്കറിയാം യൂക്യാരിയോട്ടിന്റെ കേസിൽ DNA പാക്ക് ചെയ്തിരിക്കുന്നത് ക്രോമസോംസ് ആയിട്ടാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ ആണല്ലോ. പക്ഷെ ആദ്യം DNA ഇങ്ങനെ ലീനിയർ ആയിട്ടിരിക്കുകയായിരിക്കും. ഈ ലീനിയർ ആയിട്ടിരിക്കുന്ന ഈ DNA ആദ്യം പാക്ക് ചെയ്ത് ക്രോമാറ്റിൻ ഫൈബർ ആക്കി വെക്കും. ക്രോമാറ്റിൻ ഫൈബർ ഒരു സെല്ലിൽ, നോർമൽ സെല്ലിൽ, അതായത് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ പഠിച്ചിരുന്നു. അതിൽ നമ്മൾ 4 ഫേസ് പറഞ്ഞു. G1 ഫേസ്, S ഫേസ്, G2 ഫേസ് ആൻഡ് M ഫേസ്. ഇതിൽ M ഫേസ് ഒഴികെ ബാക്കി എല്ലാ സമയങ്ങളിലും G1 ഫേസിലും S ഫേസിലും G2 ഫേസിലും ഈ ക്രോമാറ്റിൻ ഫൈബറിന്റെ ഫോമിലാണ് DNA കാണുന്നത്. ഓക്കെ ആണല്ലോ. DNA is present in the form of chromatin fiber during G1 phase, S phase and G2 phase. എന്നാൽ M ഫേസിൽ again ഇതിനെ പാക്ക് ചെയ്ത് ക്രോമസോമിന്റെ ഫോമിലേക്ക് മാറ്റി വെക്കും. ഓക്കെ ആണല്ലോ. ഇവിടെ വെറുതെ DNA ഇങ്ങനെ ത്രെഡ് പോലൊക്കെ ഉള്ള DNA ആയിരിക്കും. ഇവിടെ ഇതിനെ കുറച്ച് ചുറ്റിക്കെട്ടി ഇങ്ങനെ ബീഡ്സ് ഓൺ എ സ്ട്രിങ് മാനറിലേക്ക് ഇങ്ങനെ മാറ്റി വെക്കും. ഒരു നൂലിൽ കുറച്ച് മുത്ത് ഇങ്ങനെ കോർത്തിട്ടേക്കുന്ന പോലെയുള്ള ഫോമിലേക്ക് ഇതിനെ കൊണ്ടുവരും. ക്രോമാറ്റിൻ ഫൈബറിന്റെ, അതാണ് ക്രോമാറ്റിൻ ഫൈബർ. ബീഡ്സ് ഓൺ എ സ്ട്രിങ് മാനറിലായിരിക്കും ക്രോമാറ്റിൻ ഫൈബർ ഇരിക്കുക. എന്നാൽ ഇവിടെ കേസ് വരുമ്പോഴത്തേക്കും അതിനെ ഇങ്ങനെ പാക്ക് ചെയ്ത് ക്രോമസോമിന്റെ ഫോമിലേക്ക് കൊണ്ടുവരും. ഈ ഒരു ഫോമിലേക്കാണ് ഇവിടെ വരിക. ഓക്കെ ആണല്ലോ. അപ്പൊ DNA ആദ്യം ക്രോമാറ്റിൻ ഫൈബർ ആക്കി മാറ്റുന്നു. ക്രോമാറ്റിൻ ഫൈബറിനെ പിന്നീട് ക്രോമസോം ആക്കുന്നു. ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് കുറച്ച് പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടീൻസ് ആണ്. നമുക്കറിയാം DNAക്ക് നെഗറ്റീവ് ചാർജ് ആണ്. അതുകൊണ്ട് DNAയുടെ പാക്കേജിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത് പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടീൻസ് ആണ്. ഇവിടെ വരുന്ന പ്രോട്ടീൻസ് ആണ് ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആണ്. DNA ക്രോമാറ്റിൻ ഫൈബർ ആക്കുന്ന പ്രോട്ടീൻ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ DNA വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹിസ്റ്റോൺ പ്രോട്ടീൻസ് it become chromatin fiber. ഈ chromatin ഫൈബറിനെ again with the help of non histone proteins, non histonesന്റെ ഹെൽപ്പോട് കൂടി ഈ ക്രോമാറ്റിൻ ഫൈബറിനെ ക്രോമസോം ആക്കി വെക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ DNA ലോങ് ആയിട്ടുള്ള DNA ഇങ്ങനെ ബീഡ്സ് ഓൺ എ സ്ട്രിങ്, ഒരു നൂലിൽ മുത്ത് കോർത്ത രീതിയിലാക്കുന്നത് ഹിസ്റ്റോൺസിന്റെ ഹെൽപ്പോട് കൂടിയാണ്. ഹിസ്റ്റോൺ എന്ന് പറഞ്ഞ പ്രോട്ടീൻസിന്റെ ഹെൽപ്പോട് കൂടിയാണ്. എന്നാൽ ഈ ക്രോമാറ്റിൻ ഫൈബറിനെ അഗെയിൻ ഫോൾഡ് ചെയ്ത് ക്രോമസോം ആക്കുന്നത് നോൺ ഹിസ്റ്റോൺസ് എന്ന പ്രോട്ടീന്റെ ഹെൽപ്പോട് കൂടിയാണ് ഇതിനെ ഇങ്ങനെ മാറ്റുന്നത്. അങ്ങനെ ഫൈനലി ഇത് ഒരു ക്രോമസോം എന്ന ഫോമിലേക്ക് വരും. ഇത് എങ്ങനെയാണ് നമ്മൾ പറയുകയാണ്. നമുക്ക് മെയിൻ ആയിട്ടും ഇത് ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഒരു പോർഷൻ നമുക്ക് വലുതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയും പോർഷൻ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത് DNA എങ്ങനെ ക്രോമാറ്റിൻ ഫൈബർ ആയിട്ട് മാറ്റുന്നു എന്ന്. അപ്പൊ നമ്മൾ പറഞ്ഞു ക്രോമാറ്റിൻ ഫൈബർ അപ്പിയർ ചെയ്യുന്നത്, ക്രോമാറ്റിൻ ഫൈബർ ആയിട്ടിരിക്കുന്നത് G1 ഫേസിലും S ഫേസിലും G2 ഫേസിലുമാണ് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ ക്രോമാറ്റിൻ ഫൈബർ അപ്പിയർ ചെയ്യുന്നത് ബീഡ്സ് ഓൺ എ സ്ട്രിങ് മാനറിലാണ് എന്ന് നമ്മൾ പറഞ്ഞു. ബീഡ്സ് ഓൺ എ സ്ട്രിങ് മാനർ. അപ്പൊ ഇങ്ങനെ ഒരു ബീഡിനെയും അതിന് ചുറ്റുമുള്ള സ്ട്രിങ്ങിനെയും കൂടി ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് ന്യൂക്ലിയോസോം. ഓക്കെ ആണല്ലോ. നമുക്ക് പറയാം ഇങ്ങനത്തെ കുറെ ന്യൂക്ലിയോസോം ചേരുന്നതാണ് ക്രോമാറ്റിൻ ഫൈബർ. ഓക്കെ ആണല്ലോ. ഒരു ബീഡിനെയും അതിന് ചുറ്റുമുള്ള സ്ട്രിങ്ങിനെയും കൂടി ചേർത്ത് പറയുന്ന പേരാണ് ന്യൂക്ലിയോസോം. ഇങ്ങനെ കുറെ ന്യൂക്ലിയോസോം ചേരുന്നതാണ് ഒരു ക്രോമാറ്റിൻ ഫൈബർ. അപ്പൊ നമുക്ക് പറയാം ക്രോമാറ്റിൻ ഫൈബറിന്റെ ബേസിക് യൂണിറ്റ്സ് ആണ് ന്യൂക്ലിയോസോം. ന്യൂക്ലിയോസോംസ് ആർ ദ ബേസിക് യൂണിറ്റ്സ് ഓഫ് ക്രോമാറ്റിൻ ഫൈബർ എന്ന് നമുക്ക് പറയാം. അപ്പൊ നമ്മൾ ഇനി പറയാൻ പോകുന്ന ന്യൂക്ലിയോസോമിന്റെ സ്ട്രക്ചർ ആണ്. അപ്പൊ എന്താണ് ന്യൂക്ലിയോസോം? ക്രോമാറ്റിൻ ഫൈബറിന്റെ ബേസിക് യൂണിറ്റ് ആണ്. ക്രോമാറ്റിൻ ഫൈബർ കാണുന്നത് ബീഡ്സ് ഓൺ എ സ്ട്രിങ് മാനറിലാണ്.
അല്ലെ ഓരോ ബീഡും സ്ട്രിങ്ങും കൂടി എടുത്ത് നമ്മൾ നോക്കുന്നതാണ് അതിനെയാണ് ന്യൂക്ലിയോസോം എന്ന് പറയുന്നത്. അങ്ങനത്തെ കുറെ ന്യൂക്ലിയോസോം കമ്പൈൻ ചെയ്യുമ്പോഴാണ് ക്രോമാറ്റിൻ ഫൈബർ ഫോം ചെയ്യുക. ഓക്കെ ആണല്ലോ. അടുത്ത് നമ്മളിനി പറയാൻ പോകുന്നത് ന്യൂക്ലിയോസോമിന്റെ സ്ട്രക്ചർ ആണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. സ്ട്രക്ചർ ഓഫ് ന്യൂക്ലിയോസോം നമ്മളിനി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സ്ട്രക്ചർ ഓഫ് ന്യൂക്ലിയോസോം ആണ്. ന്യൂക്ലിയോസോംസ് ആർ ദ ബേസിക് യൂണിറ്റ് ഓഫ് ക്രോമാറ്റിൻ ഫൈബർ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ന്യൂക്ലിയോസോംസ് ആർ ദ ബേസിക് യൂണിറ്റ് ഓഫ് ക്രോമാറ്റിൻ ഫൈബർ. ആ ബീഡ്സ് ഓൺ എ സ്ട്രിംഗ് മാനറിലെ ഒരു ബീഡും ചുറ്റുമുള്ള സ്ട്രിങ് പോലെയുള്ള DNA കൂടി വരുന്നതാണ്. ഓക്കെ ആണല്ലോ. നമ്മൾ ന്യൂക്ലിയോസോമിന്റെ സ്ട്രക്ചർ പറയുകയാണ്. ന്യൂക്ലിയോസോമിന്റെ സ്ട്രക്ചർ പറയുകയാണ്. ന്യൂക്ലിയോസോമിന് മെയിൻലി നമുക്ക് രണ്ട് പാർട്ട് ഉണ്ടെന്ന് പറയാം. ഒരു ന്യൂക്ലിയോസോം കോർ ഉണ്ട്, ന്യൂക്ലിയോസോം കോർ ഉണ്ട്, പ്ലസ് ഒരു ലിങ്കറും ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ന്യൂക്ലിയോസോം വരുന്നത് മെയിൻ ആയിട്ട് വരുന്നത് ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. DNA നമ്മൾ പറഞ്ഞു DNA ക്രോമാറ്റിൻ ഫൈബർ ആക്കി മാറ്റുന്നത് ഹിസ്റ്റോൺസ് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. These histones are positively charged proteins. അതുകൊണ്ടാണ് അവർക്ക് നെഗറ്റീവ്ലി ചാർജ് ഉള്ള DNA കമ്പൈൻ ചെയ്യാൻ കഴിയുന്നത്. The histones are positively charged proteins, so they can bind to negatively charged DNA. ഓക്കെ ആണല്ലോ. ഇവർക്ക് എന്തുകൊണ്ടാണ് പോസിറ്റീവ് ചാർജ് വരുന്നത് പറയുകയാണ്. ഈ ഹിസ്റ്റോൺസിൽ പോസിറ്റീവ് ചാർജ് ഉള്ള രണ്ട് അമിനോ ആസിഡ് ഒരുപാട് കാണുന്നുണ്ട്. ഹിസ്റ്റോൺസ് ആർ റിച്ച് വിത്ത് 2 പോസിറ്റീവ്ലി ചാർജ്ഡ് അമിനോ ആസിഡ്സ്. ഏതൊക്കെയാണെന്ന് അറിയാമോ? ലൈസിൻ ആൻഡ് ആർജിനിൻ. രണ്ട് പോസിറ്റീവ്ലി ചാർജ് ഉള്ള അമിനോ ആസിഡ് ആണ് ലൈസിൻ ആൻഡ് ആർജിനിൻ. ഈ ലൈസിനും ആർജിനും ഈ ഹിസ്റ്റോൺ പ്രോട്ടീനിൽ ഒരുപാടുണ്ട്. ഇവരുടെ ചാർജ് പോസിറ്റീവ് ചാർജ് ആണ്. അതുകൊണ്ട് തന്നെ ഹിസ്റ്റോണിന്റെ ചാർജും പോസിറ്റീവ് ചാർജ് ആണ്. ഓക്കെ ആണല്ലോ. ലൈസിൻ ആൻഡ് ആർജിനിൻ they are positively charged amino acid and they are rich in histones. So histones are positively charged proteins. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇവർക്ക് പോസിറ്റീവ്ലി ചാർജ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ഹിസ്റ്റോൺ എത്ര ടൈപ്പ് ഉണ്ടെന്ന് പറയുകയാണ്. ഹിസ്റ്റോൺ മെയിൻലി 5 ടൈപ്സ് ആണ് ഹിസ്റ്റോൺ ഉള്ളത്. 5 ടൈപ്സ് ഓഫ് ഹിസ്റ്റോൺ ആണുള്ളത്. ഏതൊക്കെയാണെന്ന് പറയുകയാണ്. H1 ഹിസ്റ്റോണിന്റെ ടൈപ്പുകൾ പറയുകയാണ്. H1, H2, H1 ആണ്. H2A, H2B. H1, H2A, H2B, H3 and H4. ഇത്രയുമാണ് 5 ടൈപ്സ് ഓഫ് ഹിസ്റ്റോൺ. H1, H2 രണ്ടെണ്ണം ഉണ്ട്, H2A ഉണ്ട്, H2B ഉണ്ട്, then H3 and H4. ഈ 5 എണ്ണം കൂടെ ചേർന്നാണ് ഹിസ്റ്റോൺ പ്രോട്ടീൻ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് ശരിക്കും ഇവരിൽ വരുന്നത് ന്യൂക്ലിയോസോമിൽ വരുന്ന പ്രോട്ടീൻ എന്തൊക്കെയാണ്. അപ്പൊ നമുക്ക് പറയാം ന്യൂക്ലിയോസോമിന് മെയിൻലി 2 കമ്പോണൻസ് ഉണ്ട്. ന്യൂക്ലിയോസോം കോറും ലിങ്കറും. ഓക്കെ ആണല്ലോ. ന്യൂക്ലിയോസോം കോറും ലിങ്കറും. ഈ ന്യൂക്ലിയോസോം കോർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ന്യൂക്ലിയോസോം കോറിൽ വരുന്നത് എന്തെന്നാൽ പറയുകയാണ് ഹിസ്റ്റോൺ ഒക്ടാമർ പ്ലസ് DNA ആണ്. ഹിസ്റ്റോൺ ഒക്ടാമർ പ്ലസ് DNA ആണ് ന്യൂക്ലിയോസോം കോറിൽ വരുന്നത്. അപ്പൊ എന്താണ് ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറയുകയാണ്. ന്യൂക്ലിയോസോം കോറിൽ വരുന്ന ഹിസ്റ്റോൺ ഒക്ടാമർ എന്താന്ന് പറയുകയാണ്. കുറെ ഹിസ്റ്റോൺസ് ചേർന്ന് ഒരു ബോൾ പോലെ ഇരിക്കും. എത്ര ഹിസ്റ്റോൺ വെച്ചാൽ H2A, H2B, H3 and H4. ഓക്കെ ആണല്ലോ. ഇത്രയും 2 പേരുണ്ടാവും. ഓരോരുത്തരും 2 എണ്ണം വെച്ചിരിക്കും. അങ്ങനെ 2 H2A, 2 H2B, 2 H3, 2 H4. അങ്ങനെ ടോട്ടൽ ഒരുമിച്ചിരിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹിസ്റ്റോൺ ഒക്ടാമർ. അങ്ങനെ ഹിസ്റ്റോൺ ഒക്ടാമർ ഇതാ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ ഇരിക്കും. ഓരോ ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ടായിരിക്കുന്നത് 2 molecules each of H2A, H2B, H3, H4. അങ്ങനെ 4 പേര് 2 എണ്ണം വെച്ച് അങ്ങനെ 8 പേര് വരും. അതുകൊണ്ടാണ് അതിനെ ഒക്ടാമർ 8 പേര് കൂടി ചേർന്നതിനെയാണ് നമ്മൾ ഒക്ടാമർ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഹിസ്റ്റോൺ ഒക്ടാമറും DNAയും. അപ്പൊ ഹിസ്റ്റോൺ ഒക്ടാമറിൽ വരുന്ന ആരൊക്കെയാണ്? H2A, H2B, H3, H4. H1 ഒഴികെ ബാക്കി എല്ലാവരും ചേർന്നാണ് ഹിസ്റ്റോൺ ഒക്ടാമർ പ്ലസ് DNA എന്ന് പറഞ്ഞു. ഈ ഹിസ്റ്റോൺ ഒക്ടാമറിന് ചുറ്റുമായിട്ട് DNA ഇങ്ങനെ വൈൻഡ് ചെയ്തിരിക്കും. ഇങ്ങനെ DNA വന്നിട്ട് DNA ഇങ്ങനെ വൈൻഡ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും. ഇതാണ് ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറയുക. ഇത്രയും കഴിഞ്ഞു. അടുത്ത നമ്മൾ പറഞ്ഞത് ലിങ്കറിന്റെ കേസ് ആണ്.
ലിങ്കറിന്റെ കേസിൽ വരുന്നത് ഒരു ലിങ്കർ ഹിസ്റ്റോൺ ആയിട്ടുള്ള H1. നമ്മുടെ ഈ കൂട്ടത്തിൽ ഹിസ്റ്റോൺ ഒക്ടാമറിന്റെ കൂട്ടത്തിൽ H1 വന്നിട്ടില്ല. ഇനി അടുത്തത് വരുന്നത് ഈ H1 ഹിസ്റ്റോൺ വരുന്നത് ലിങ്കറിന്റെ കേസിലാണ്. H1 ഹിസ്റ്റോൺ പ്ലസ് DNA. ഈ വരുന്ന DNA ഉണ്ടല്ലോ, ഈ വരുന്ന DNA അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ദാ ഇവിടെ H1 ഹിസ്റ്റോൺ ഇതിനെ കണക്ട് ചെയ്ത് വെക്കും. ഇനി ഇങ്ങനെ വന്നിട്ട് H1 ഹിസ്റ്റോൺ കണക്ട് ചെയ്ത് വെക്കും. ഇത് H1 ഹിസ്റ്റോൺ ആണ്. So H1 histone is called as linker histone. Okay ആണല്ലോ. H1 histone is called as linker histone. Okay ആണല്ലോ. ഇതാണ് നമ്മൾ പറഞ്ഞത്. ന്യൂക്ലിയോസോമിന്റെ സ്ട്രക്ചർ പറഞ്ഞാണ്. ന്യൂക്ലിയോസോംസ് ആർ ദ ബേസിക് യൂണിറ്റ് ഓഫ് ക്രോമാറ്റിൻ ഫൈബർ. ന്യൂക്ലിയോസോമിന് രണ്ട് പാർട്ട് ഉണ്ട്. രണ്ട് പാർട്ടായിട്ട് നമുക്ക് പറയാൻ കഴിയും. ഒരു ന്യൂക്ലിയോസോം കോറും ലിങ്കറും. ന്യൂക്ലിയോസോം കോർ എന്ന് പറയുമ്പോൾ ഹിസ്റ്റോൺ ഒക്ടാമറും DNA കൂടി വരുന്നതാണ് ന്യൂക്ലിയോസോം കോർ. ലിങ്കർ എന്ന് പറയുന്നത് ഒരു H1 ഹിസ്റ്റോണും DNA കൂടി വരുന്നതാണ്. ഹിസ്റ്റോൺ ഒക്ടാമറിൽ വരുന്നത് ഈ H1 ഒഴികെ H2A, H2B, H3, H4 ഈ 4 പേരിൽ ഓരോരുത്തരും രണ്ടെണ്ണം വെച്ചിരിക്കും. അങ്ങനെ 4 into 2 8 ഹിസ്റ്റോൺസ് വരും. 8 ഹിസ്റ്റോൺസ് വന്നിട്ട് ഒരു ബോൾ പോലെ ഇരിക്കും. നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഹിസ്റ്റോൺ ഒക്ടാമർ. ഹിസ്റ്റോൺ ഒക്ടാമർ. ഈ ഹിസ്റ്റോൺ ഒക്ടാമർ ചുറ്റുമായിട്ട് DNA ബൈൻഡ് ചെയ്തിരിക്കും. നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസോം കോർ. ഓക്കെ, രണ്ടാമത്തെ പാർട്ടാണ് ലിങ്കർ. ഇവിടുന്ന് ഇറങ്ങി വരുന്ന ഈ DNA H1 ഹിസ്റ്റോൺ വന്ന് കണക്ട് ചെയ്തിരിക്കും. പ്ലസ് അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന DNAയും. അതാണ് ഹിസ്റ്റോൺ. H1 ഹിസ്റ്റോൺ പ്ലസ് DNA. ഇതാണ് ലിങ്കർ എന്ന് പറയുക. ഓക്കെ ആണല്ലോ. ഇനിയും ഇവിടെ വരുന്ന ടോട്ടൽ DNAയുടെ ലെങ്ത് പറയുകയാണ്. ഒരു ന്യൂക്ലിയോസോമിൽ വരുന്ന DNAയുടെ ടോട്ടൽ ലെങ്ത് പറയുകയാണ്. അത് 200 ബേസ് പെയർസ് ആണ്. ഒരു ഹിസ്റ്റോൺ അല്ല ഒരു ന്യൂക്ലിയോസോമിൽ വരുന്ന DNAയുടെ ലെങ്ത് അത്രയും ബേസ് പെയർസ് ആണ്. 200 ബേസ് പെയർസ് ഓഫ് DNA ആണ് ഒരു ന്യൂക്ലിയോസോമിൽ വരിക. ഇങ്ങനെയാണ് DNA. ഇങ്ങനെ ന്യൂക്ലിയോസോംസ് കുറെ ന്യൂക്ലിയോസോംസ് കൂടിച്ചേർന്നിരിക്കുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് ക്രോമാറ്റിൻ ഫൈബർ. ഓക്കെ ആണല്ലോ. ഇനി ക്രോമാറ്റിൻ ഫൈബർ അഗെയിൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞ വേറൊരു ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീൻ ആണ് നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻ. നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻ DNA തന്നെ വരുന്നതാണ് കേട്ടോ, അല്ലാതെ ക്രോമസോമിൽ തന്നെ വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഹീമോഗ്ലോബിൻ അത് ഹിസ്റ്റോൺ അല്ല എന്ന്, അത് നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻ അല്ല. അപ്പൊ ഹിസ്റ്റോൺ അല്ലാത്ത എല്ലാ പ്രോട്ടീനെയും പറയുന്ന പേരല്ല നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻ. ഓക്കെ ആണല്ലോ. ഹിസ്റ്റോൺ ആവാൻ പാടില്ല, പക്ഷെ അത് DNA ഉണ്ടായിരിക്കണം, ക്രോമസോമിൽ ഉണ്ടായിരിക്കണം. ഓക്കെ ആണല്ലോ. അതിനെയാണ് നമ്മൾ നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻ എന്ന് പറയുന്നത്.